പൊന്നുമോനെ ഗോപാല, സുലുവിനോടൊന്ന് വേഗം വരാൻ പറയടാ. എത്ര നേരാടാ അവള് വെള്ളം എടുക്കാൻ പോയിട്ട്. എരിഞ്ഞിട്ട് വയ്യടാ, അമ്മ ഇപ്പൊ ചാവടാ. അമ്മ അതിനിവിടെ മോട്ടറും ടാങ്കും പൈപ്പും ഒന്നുമില്ല. കിണറ്റിന്ന് കോരിയിട്ട് വേണം കൊണ്ടുവരാനേ. അതുകൊണ്ട് എത്ര സമയം എടുക്കും. അല്ല അമ്മേനോട് ആരാ പറഞ്ഞിട്ടുള്ള ചമ്മന്തി എല്ലാം കൂടി എടുത്ത് വായിലിട്ട് വിഴുങ്ങി തിന്നാനി. അയ്യോ എന്റെ മോനെ, ഇത്രയും എരിവുള്ള ചമ്മന്തി അത് ഞാൻ ഓർത്തില്ല മോനെ. ചമ്മന്തിക്ക് പിന്നെ എരിയല്ലാതെ മധുരം ഉണ്ടാവും അച്ഛപ്പേ. അച്ഛപ്പ എന്തൊരു പൊട്ടത്തിയാ. അയ്യോ മക്കളെ, എനിക്ക് എവിടെന്നെങ്കിലും ഇച്ചിരി വെള്ളം കൊണ്ടുതാ മക്കളെ. അച്ഛമ്മ അടുപ്പത്ത് നല്ല തിളച്ച വെള്ളമുണ്ട്, അതൊരു ഗ്ലാസ് എടുത്ത് വായിലേക്ക് കഴിച്ചു തന്നിട്ടെ. അയ്യോ വേണ്ട മക്കളെ, എനിക്ക് പച്ചവെള്ളം മതിയേ, പച്ചവെള്ളം മതിയേ. ഫ്രിഡ്ജിൽ നിന്ന് വല്ല തണുത്ത വെള്ളം കിട്ടാതെ നോക്ക് മക്കളെ. അതിനിവിടെ ഫ്രിഡ്ജ് ഇല്ലല്ലോ അച്ഛമ്മ, പിന്നെ എങ്ങനെയാ തണുത്ത വെള്ളം കിട്ടുക? പാവ അച്ഛമ്മ. അമ്മേ ദാമേ വെള്ളം. അയ്യോ സുലുമോളെ വന്നോ, വേഗം താ മോളെ, വേഗം താ. ദാമേ വേഗം കുടിച്ചോ, നല്ല തണുത്ത വെള്ളം. അച്ഛമ്മ മടുപടാന്ന വെള്ളം കുടിച്ചേ. മാറിയില്ലേ എരിവെല്ലാം മാറിയില്ലേ? എരിവെല്ലാം മാറിയില്ലേന്ന് അവളുടെ ഒരു കിന്നാരം ചോദിക്കൽ കേട്ടില്ലേ? നീ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്നത്? എന്റെ ജീവൻ ഇപ്പൊ പോയേനെ. എന്തൊരു പുകച്ചിലായിരുന്നു. അമ്മയ്ക്ക് അത് തന്നെ വേണം. എന്നെ കൊല്ലാക്കൊല ചെയ്തിട്ട് അവളുടെ ഒരു ചോദ്യം കണ്ടില്ലേ? ഒന്നും അറിയാത്ത പാവം പൈതലിനെ പോലെ അവള് വന്ന് നിൽക്കുക എന്റെ മുന്നിൽ. നിന്നെ എന്റെ മുന്നിൽ കണ്ടാലുണ്ടല്ലോ കടിച്ചു കയറി അടുപ്പിൽ വെക്കും ഞാൻ. എനിക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്റെ സുലു. ഏട്ടാ അതിന് ഞാൻ ഇത് ഞാൻ വടി കൊടുത്ത് അടി വാങ്ങാന്ന് പറയാ. പാവ അമ്മ. മര്യാദയ്ക്ക് വേഗം പോയി ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് വാടി. മനുഷ്യനോട് വിശന്നിട്ട് വയ്യ. അപ്പോഴാ അവളുടെ ഒരു കുടം പിടിച്ച് ഇരിക്കുന്നത്. എന്റെ അമ്മ ആ വായന അടച്ചു വെക്കില്ലേ, വല്ല ഈച്ചയും കയറി പോകും. അമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അച്ഛമ്മയ്ക്ക് വെള്ളം എടുത്ത് കൊടുക്കണ്ടേ? അവിടെ കിടന്ന് എരിഞ്ഞോട്ടെന്ന് വിചാരിച്ച പോരായിരുന്നോ? വെള്ളം എടുത്ത് കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഇത്രയും വഴക്ക് കേട്ടത് അമ്മയ്ക്ക്. അതിന് ഞാൻ എന്ത് ചെയ്തു പിള്ളേരെ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം നീ എന്തെങ്കിലും ചെയ്തിട്ടാണോ അമ്മയ്ക്ക് നിന്നെ കണ്ടുകൂടാത്തതും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതും? നീ അത് കളഞ്ഞേക്ക്. വാ നമുക്ക് പെട്ടെന്ന് ബിരിയാണിയുടെ പണി നോക്കാം. ചോറൊന്നും തിന്നിട്ട് ഒരു സുഖമായില്ല. ബിരിയാണി തിന്നണം. മോഹിച്ചു പോയതുകൊണ്ട് ഇപ്പൊ ബിരിയാണി കിട്ടാതെ വയറ് തൃപ്തിപ്പെടുന്നു തോന്നില്ല. പിള്ളേരും കാത്തിരിക്കുക. വാ ഞങ്ങൾ എല്ലാവരോടും സഹായിക്കുകയും ചെയ്യാം. എല്ലാരും സഹായിക്കെങ്കിലും ഞാൻ വരാം. അല്ലാതെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കാനൊന്നും ആവില്ല. എല്ലാരും ഓരോരോ പണി എടുത്തു തരണം. ശരി അമ്മ, ബിരിയാണി കഴിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ റെഡിയാ. അപ്പുകുട്ടന് കൂടുതൽ ബിരിയാണി വേണം. പിന്നെ നിനക്ക് തരാതെ ഇവിടെ ആർക്കെങ്കിലും കൊടുക്കുക എന്റെ അപ്പുകുട്ട. ഭാഗ്യം കത്തി പിടിച്ചു. സുലോ സുലോ പാത്രം കൊണ്ടുവാ, നീ തീ പിടിച്ചിട്ടുണ്ട്. മക്കളെ ആ മൂലേനെ ഒരു പാത്രം എടുത്ത് അച്ഛന് കൊണ്ടു കൊടുക്ക്. അച്ഛൻ അവിടെ തീ കത്തിച്ചിട്ടുണ്ടല്ലോ. വേഗം ബിരിയാണി ഉണ്ടാക്കണ്ടേ, പെട്ടെന്ന് കൊണ്ടു കൊടുക്കട്ടോ. അത് കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ കഴിയാണ്ട് അമ്മയോട് കൊണ്ടുവരാം. ശരി അമ്മേ, ഞങ്ങൾ കൊടുത്തോളാം. അച്ഛാ വെള്ളം തിളച്ചല്ലോ നല്ലതായിട്ട്. ആ മക്കൾ പോയിട്ട് അമ്മേനെ വിളിക്ക്. പാത്രം വേറെ കൊണ്ടുവരാൻ പറ. ഇതിലൊന്നും ബിരിയാണി വെക്കാൻ കഴിയൂല. അമ്മേനോട് പോയിട്ടേ വേറെ പാത്രം കൊണ്ടുവരാൻ പറ. ഇല്ലാതെ നടക്കൂല. ഇതിലെന്താ ബിരിയാണി കുറച്ചല്ലേ കൊള്ളുള്ളൂ. അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കണമെന്നല്ല അമ്മ പറഞ്ഞേ. നമുക്ക് തന്നെ തികയൂല 2 നേരത്തേക്ക് ഇതിൽ വെച്ചാല്. അത് ശരി, എനിക്കാണെങ്കിൽ കുറെ ബിരിയാണി തിന്നേ വേണം. അമ്മേ 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 ഒന്ന് ഓടി വാ. എത്ര അടിച്ചാലും ഇവിടുത്തെ പൊടിയും കാടും പോവുകയല്ല. അമ്മേ അമ്മേ ഒന്ന് വേഗം വരേ. പാറ് വിളിക്കുന്നുണ്ടല്ലോ. ഈ പാത എന്തിനാണാവോ? അമ്മേ ഒന്ന് വേഗം വരാനാ പറഞ്ഞേ. എന്തോ നടി കിടന്ന് അലർന്നേ. ഞാൻ അങ്ങോട്ടേനെ വരുന്നേ. അമ്മേ വേറെ പാത്രം കൊണ്ടുവാ. വേറെ പാത്രം അപ്പൊ ഞാൻ തന്നത് പോരെ? ഇതില് കൊള്ളൂലെന്ന് അമ്മ അച്ഛൻ പറയുന്നേ. അമ്മ ഒന്നും ഇങ്ങോട്ട് വാ. ഇതില് കൊള്ളൂലെങ്കിൽ ഇവിടെ വേറെ പാത്രം ഒന്നും എന്റെ അച്ഛൻ വാങ്ങി വെച്ചില്ല. അച്ഛനോട് പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറയും. അമ്മ എന്താ ഈ പറയുന്നത്? ഇതിൽ ബിരിയാണി ഉണ്ടാക്കി തികയില്ലെന്ന് അച്ഛൻ പറയുന്നത്. നിക്ക് ഞാൻ പാട് വരാം. എന്തെങ്കിലും ഒരു പണി പറഞ്ഞാൽ പിന്നെ 50 വട്ടം എന്നെ വിളിക്കണം. എന്നാലേ അത് നടത്തുള്ളൂ. അത് നല്ല എനിക്ക് തന്നെ ഒറ്റയ്ക്ക് പോയാൽ ചെയ്താൽ പോരെ. ഇതുങ്ങളൊക്കെ ഏൽപ്പിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. എന്താണ് പാറു വിളിച്ച് അലർന്നത്? ഇവിടെ കേട്ടാ പോരെ? അമ്മേനെ എന്നൊരു 50 വട്ടം വിളിച്ച്. അമ്മ എവിടെ ഇനി? അമ്മ ഒട്ടും ചെവി വെക്കൂല. അതുകൊണ്ട് ഞാൻ ഉറക്കം വിളിച്ചത്. നിങ്ങളൊക്കെ ഒരു പണിക്ക് പറഞ്ഞാൽ പിന്നെ ഇന്ന് എന്തിനാണ് 150 വട്ടം വിളിച്ചിരിക്കുന്നത്? എനിക്ക് തന്നെ വന്നിട്ട് ചെയ്താൽ പോരെ? എന്റെ അമ്മ ഈ പാത്രം കണ്ടില്ല അമ്മ? ഇതിലെ വെള്ളമൊക്കെ തിളച്ച് മറിയാ. ഇതിലൊന്നും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റൂലെന്ന് അച്ഛൻ പറഞ്ഞേ. എന്റെ സുലു, അപ്പുറത്തെ വീട്ടിലൊക്കെ ബിരിയാണി കൊടുക്കണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഈ കുഞ്ഞി പാത്രത്തിൽ ബിരിയാണി വെച്ചാൽ എങ്ങനെ തികയാനാ? വേറെ പാത്രത്തിൽ വെക്കാൻ നിങ്ങൾ ഇവിടെ വേറെ വല്ല പാത്രം വാങ്ങി വെച്ചിട്ടുണ്ട് എന്റെ മനുഷ്യ? അതും ശരിയാണ്. അല്ല പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? സാരമില്ല, നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കി എടുക്കാം. അത് വലിയ മെനക്കെടല്ലേ സുലു? എല്ലാം 2 വട്ടം ചെയ്യണ്ടേ? നമുക്ക് അച്ഛമ്മന്റെ ഉരുളിയിൽ ഉണ്ടാക്കാം. സൂപ്പർ സൂപ്പർ ഐഡിയ അപ്പുകുട്ട. അതെ അതെ, ഈ കൂട്ടത്ത് ബുദ്ധിയുള്ളത് എന്റെ മോന് മാത്രം. അതമ്മേ, നമുക്ക് അച്ഛമ്മന്റെ ഉരുളി എടുത്തിട്ട് അതിലുണ്ടാക്കാം. അതിലാകുമ്പോ ഒരുപാട് കൊള്ളും. ഐഡിയ ഒക്കെ നല്ല തന്നെ. കഴിഞ്ഞ പ്രാവശ്യം അച്ഛമ്മന്റെ ഉരുളി എടുത്തിട്ടേ സ്വിമ്മിംഗ് പൂൾ ആക്കിയത് നല്ല ഓർമ്മയുണ്ടല്ലോ 3 അതെ, അച്ഛമ്മ തന്നില്ലെങ്കിലേ അച്ഛമ്മയ്ക്ക് ബിരിയാണി കൊടുക്കൂല പറഞ്ഞാൽ മതി. എന്നാ അച്ഛമ്മ ഉരുളി തരും. ഓടി ചെല്ലിപ്പ തരും അച്ഛമ്മ. അച്ഛമ്മന്റെ സ്വഭാവം അറിയില്ല എല്ലാവർക്കും. അതൊക്കെ അച്ഛമ്മ കാണാതെ ഇസ്കി എടുക്കുന്ന കാര്യം ഞങ്ങളേറ്റു. അത് തന്നെ, ഇതൊന്നും അമ്മയോട് ചോദിക്കണ്ട. അമ്മ ഇപ്പൊ എന്തായാലും പോയി വന്ന ക്ഷീണത്തിലെ കിടന്നുറങ്ങിയല്ലേ. ഉറങ്ങി എണീക്കുമ്പോഴേക്കും ബിരിയാണി ഒക്കെ റെഡി ആയി കഴിഞ്ഞാണ്. എന്തായാലും നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളിട്ട്. അവസാനം എല്ലാം കൂടി എന്റെ തലയിലിടേ. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. നീ ഒന്നും തലയിൽ എടുക്കണ്ട. അതൊക്കെ ഞാനും മക്കളും കൂടി ആയിക്കോളാം. മക്കളെ നിങ്ങൾ പോയിടേ ഉരുളി എടുത്തുണ്ടോ വരുവാ. അച്ഛമ്മ അറിയാതെ വേണം കേട്ടോ, ശബ്ദം ഉണ്ടാക്കാതെ എടുത്തുണ്ടോ. അത് ഞങ്ങൾ ഏറ്റച്ച ഇപ്പൊ ശരിയായി തരാം. അപ്പൊ കൂടെ പറഞ്ഞേച്ചി വേണ്ട വേണ്ട, നീ ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ എടുത്തോണ്ട് വരാം. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാവരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്റെ മനുഷ്യ, നിങ്ങൾ ആ പിള്ളേരെ ഉരുളി എടുക്കാൻ പറഞ്ഞു വിട്ടിട്ടേ നിങ്ങൾ അമ്മ അവരെ ശരിയാക്കുന്ന എനിക്ക് തോന്നുന്നത്. അമ്മ എങ്ങാനും അറിഞ്ഞുള്ള അവസ്ഥ അറിയാലോ? അമ്മ അറിയില്ല. ഉറക്കത്തിലേ ആന കുത്തിയാ പോലും അറിയാത്ത അമ്മയാ. അങ്ങനെ ആയ ഞങ്ങൾ രക്ഷപ്പെട്ട്. അമ്മയ്ക്ക് എന്തൊരു പേടിയല്ല.
ശരി ഈ അമ്മേനെ കളിയാക്കാണല്ലേ? നാളെ ഉരുളി സ്വിമ്മിംഗ് പൂൾ ആക്കി ചേച്ചിമാരോട് കളിച്ചപ്പോ അച്ഛമ്മ ഇവിടെ വന്ന് ഇങ്ങോട്ട് ഉരുളി ഇറക്കാനും മറിച്ചിട്ടൊക്കെ ഓർമ്മയില്ലേ എന്റെ അപ്പുക്കുട്ട? എന്നിട്ട് ഈ ഉരുളി ബുദ്ധി എന്തിനാ അവർക്ക് പറഞ്ഞെടുത്തേ? അച്ഛമ്മയ്ക്ക് ഇന്നൊരു പണി കൊടുക്കടാ അതിനാ. അച്ഛമ്മയ്ക്ക് പണിയെടുക്കാൻ പോയിട്ടെ അവസാനം നിങ്ങൾക്ക് എല്ലാവരും കൂടി പണി കിട്ടാഞ്ഞാ മതി. മിടുക്കികള് അച്ഛന്റെ മക്കളായ ഇങ്ങനെ തന്നെയാ. അച്ഛമ്മ അറിഞ്ഞില്ലല്ലോ മക്കളെ. അച്ഛമ്മ അറിഞ്ഞ ഞങ്ങളിങ്ങനെ നിൽക്കുക അച്ഛാ. അച്ഛനും കൊള്ളാം മക്കളും കൊള്ളാം. വേഗം ചേച്ചി ബിരിയാണി തിന്നാൻ നോണയാവുന്നുണ്ട്. സുലു നീ ആ വെള്ളം മാറ്റി വെക്കടി, എന്നിട്ട് ആ ഉരുളി എടുത്ത് അടുപ്പത്തേക്ക് വെക്ക്. ഹായ് ഹായ്, ഉരുളി ബിരിയാണി കഴിക്കാലോ, ഉരുളി ബിരിയാണി കഴിക്കാലോ. മക്കളെ ഉരുളിയിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റാ. ഉരുളിയിൽ പായസം വെച്ചാലും ബിരിയാണി ഉണ്ടാക്കിയാലും ഒക്കെ അതിനൊരു പ്രത്യേക രുചി തന്നെയാ. വെള്ളം നമുക്ക് കുടിക്കാനെടുക്കാം. ഞാൻ ഇത് അടുക്കള കൊണ്ടുവച്ച് വരാം. നിങ്ങൾ അപ്പോഴത്തേക്ക് ഉരുളി എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ചോളി. ആ ശരി ശരി മക്കളെ, സൂക്ഷിച്ച് കൈ പൊള്ളിക്കല്ലേ. അച്ഛാ ബിരിയാണി എപ്പോഴാവുക? പാത്രം അങ്ങ് വെച്ചതല്ലേ ഉള്ളൂ എന്റെ അപ്പുക്കുട്ടാ. ഇനിയിപ്പോ പാത്രം ചൂടാവണ്ടേ? ഇത് വലിയ പാത്രം. ഉരുളി ചൂടാവണമെങ്കിലേ ഒരുപാട് തീയൊക്കെ വേണം. അപ്പോഴേക്കും നമുക്ക് എന്തൊക്കെ പണിയുണ്ട്. ഉള്ളിയൊക്കെ അരിയണ്ടേ, ചിക്കനൊക്കെ കൊണ്ടുവരണ്ടേ? അച്ഛൻ ഞങ്ങൾ ഉള്ളി അരിയാ. എന്നാ പോയി നിങ്ങൾ വേഗം ഉള്ളി എടുത്തിട്ട് വാ. അമ്മേനോടും പറയും എല്ലാവരോടും ഉത്സാഹിച്ചാലേ പെട്ടെന്ന് കാര്യം കഴിയുള്ളൂ. അച്ഛമ്മ എണീക്കുന്നതിന് മുന്നേ എല്ലാം കഴിയണം. ശരി ഞങ്ങൾ പോയി ഉള്ളി എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, ഉള്ളി എടുക്കാനൊന്നും ആരും പോണ്ടാതെ. ഉള്ളിയൊക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് അരിഞ്ഞു തന്നാ മതി. ശരി അമ്മ, ഞങ്ങൾ പെട്ടെന്ന് അരിയാം. ഓ വിശക്കുന്ന അമ്മ, ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കണേ. ആ ശരി ശരി, നിങ്ങൾ ആദ്യം ഇത് അരിയാൻ നോക്ക്. അപ്പുറത്തെ ഭാഗത്തെങ്ങാനും കൊണ്ടുപോയിട്ട് അരിഞ്ഞോ. ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല. ശരി അമ്മ, ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ പോയി അരിഞ്ഞോളാം. നല്ല നേരത്തേതായിട്ടേ നൈസായിട്ട് അരിയണം കേട്ടാ. ശരി അമ്മ. അല്ല നിങ്ങൾ വലിയ ആൾക്കാരെ കഴിഞ്ഞിട്ട് ഉരുളിയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് കത്തിക്കുന്നില്ല. ഇതിന്റെ തീയൊക്കെ കെട്ടുപോലെ മക്കളെ. അടുപ്പിന്റെ ഡ്യൂട്ടി അച്ഛനോട് പറ. കത്തുന്നുണ്ട് സുലു ഈ ഭാഗത്ത്. ഇപ്പൊ ഇച്ചിരി ഒന്ന് കുറഞ്ഞതാ. ഞാൻ കത്തിച്ചോളാം. നിങ്ങൾ ഇനി എന്ത് കാണാനാ വായി പൊളിച്ച് നോക്കി നിൽക്കുന്നത്? പോയി വെട്ടെന്ന് അരിഞ്ഞോട് വാ. ബിരിയാണി പറയുമ്പോഴേക്ക് കിട്ടണമെങ്കിലേ വേഗം വേഗം ഉഷാറായിട്ട് പണിയെടുക്ക്. പാറു വേഗം വാ, നമുക്ക് പെട്ടെന്ന് അരിഞ്ഞു വരാം. ഇതിനിപ്പോ ഊതി കത്തിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നേ. അടുക്കളയിൽ ഒരു വിധം ഊതിയിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തേ ഞാൻ. ഇപ്പൊ കത്തുന്ന കണ്ട മനുഷ്യ ഇങ്ങനെ അടുപ്പ് കത്തിക്കാം. അതിന് എനിക്ക് അടുപ്പ് കത്തിച്ച് നിന്റെ അത്ര പരിചയമില്ലല്ലോ സുലു. ആണല്ലേ? എന്നാ പിന്നെ അടുക്കളയിൽ വന്ന ചിക്കനൊക്കെ നല്ലോണം ഒന്ന് കഴുകിത്താ. ചിക്കൻ കഴുകാനോ? ഞാനോ? സുലു എന്ത് സുലു, നീ എല്ലാ സഹായങ്ങളും ചെയ്യാന്നല്ലേ പറഞ്ഞത് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ? അതൊക്കെ ശരി തന്നെ, പക്ഷേ ചിക്കൻ കഴുകാന്നൊക്കെ പറഞ്ഞാലേ ഒരു വല്ലാത്ത മണം എന്റെ സുലു. വെട്ടി വിഴുങ്ങി കഴിക്കുമ്പോ ഈ മണമൊന്നും ഉണ്ടാവാറില്ലല്ലോ. അത് പിന്നെ പച്ച ചിക്കനും വെന്ത ചിക്കനും വേറെ വേറെ അല്ലേ സുലു? പച്ച ചിക്കന്റെ മണം എനിക്ക് ഒട്ടും പറ്റത്തില്ല. അത് ശരി, ഈ പച്ച ചിക്കൻ തന്നെയാ വേഗം നിങ്ങൾ ഞം ഞം എന്ന് പറഞ്ഞ് തിന്നുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല സുലു, എനിക്ക് അറപ്പാവും. പിന്നെ അത് കഴിക്കാൻ പിന്നെ എനിക്ക് ബിരിയാണി കഴിക്കാനും തോന്നൂല. എന്നാ പിന്നെ ലാഭായി. എന്നാ പിന്നെ അച്ഛൻ തന്നെ കഴിക്കാതെ ഒരു ബിരിയാണി കൊടുക്കണ്ടല്ലോ അച്ഛന്. ഇത് കൊറേ ഉണ്ടല്ലോ ചേച്ചി. കൈ മുറിക്കേണ്ട പാറു, പതിയെ അരിഞ്ഞാ മതി. പതിയെ കരിഞ്ഞുണ്ടാക്കുമ്പോഴേക്ക് എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാതെയാവും. ഇപ്പൊ തന്നെ നല്ല വിശപ്പുണ്ടായിരിക്കും. എനിക്ക് വിശക്കുന്നുണ്ട്. എന്റെ കണ്ണ് എരിയുന്നുണ്ട് ചേച്ചി. എന്റെ കണ്ണ് നീറിയിട്ട് വയ്യ പാറു. അമ്മേനെ കൊറേ കളിയാക്കാറുണ്ടായിരുന്നു ഉള്ളി എരിയുമ്പോ. അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ശരിയാ, ഇപ്പഴാ മനസ്സിലായത് ഉള്ളി എരിയുമ്പോ കണ്ണിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന്. എന്റെ കണ്ണിന്ന് കൊടുകൂടാ വരുന്നു പാറു. അപ്പൊ എന്റെ കണ്ണെന്നോ? ഇതെന്താ ഇവിടെ കരച്ചിൽ മത്സരോ? സോറി അമ്മേ, അമ്മ ഉള്ളി എരിയുമ്പോ എത്രയോ വട്ടം ഞാനും പാറു കളിയാക്കിയിട്ടുണ്ട്. ഇപ്പഴാ മനസ്സിലായത് ഉള്ളി എരിയുമ്പോ ഇത്രയും പ്രശ്നമുണ്ട് കണ്ണിനെന്ന്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. പോത്ത് പോലെ രണ്ടെണ്ണം വലുതായിട്ടും നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഉള്ളി എരിയുന്നേ. സോറി അമ്മ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ. ഇങ്ങനെ ഞാൻ വീട്ടിലെടുക്കുന്ന ഓരോ പണികളെ നിങ്ങൾ എടുക്കുമ്പോഴേ അതിന്റെ വിഷമവും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവുള്ളൂ. സോറി അമ്മ, ഞങ്ങൾ ഇനി അമ്മനെ കളിയാക്കൂല. അമ്മ ഞങ്ങൾക്കിട്ട് പണി തന്നതല്ലേ. ഞാനെന്തിനാ നിങ്ങൾക്കിട്ട് പണി തരുന്നേ? എന്നും ഞാൻ തന്നെയല്ലേ അറിയാറുള്ളത്. ഇന്ന് പിന്നെ ബിരിയാണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലേ ഉണ്ടാക്കാനേ. സമയം കുറവാ, അതുകൊണ്ട് നിങ്ങളോട് ഒരു സഹായം ചോദിച്ചപ്പോ ഇത്ര പെട്ടെന്ന് കരയുന്നു ഞാൻ ഓർത്തോ? അമ്മ ചുമ്മാ പറയാ. അമ്മ ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കാനായിരിക്കും ഇങ്ങനെ ചെയ്ത് അല്ലമ്മേ? ഞാനങ്ങനെ വിചാരിച്ചില്ല. ഇനി നിങ്ങൾ ഇതിൽ നിന്നേ പാഠം പഠിച്ചാല് നിങ്ങൾക്ക് കൊള്ളാം. ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പേ അത് കളിയാക്കുന്നതിന് മുന്നേ അതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നും എന്തൊക്കെ ചെയ്യണം നോക്കി ആദ്യം നമ്മൾ അറിയണം. എന്നിട്ട് മാത്രമേ കളിയാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇതാ. ശരി ശരി, രണ്ടുപേരും ഒരുപാട് നേരം ഇരുന്ന് കരയണ്ട. തൽക്കാലം ഇത് ഞാൻ അറിഞ്ഞോളാം. അപ്പൊ അമ്മേന്റെ കണ്ണും ഇതുപോലെ ആവൂലേ? അമ്മയ്ക്ക് ഇതൊക്കെ ശീലല്ലേ മക്കളെ. നിങ്ങൾ പൊക്ക, അമ്മ അറിഞ്ഞോ? വേണ്ട, ഇത് ഞങ്ങൾ എന്നെ അറിഞ്ഞോളാം. അമ്മ ചുമ്മാ പറഞ്ഞതാന്നേ. നിങ്ങൾ കരയുന്ന കണ്ടപ്പോ ഒന്ന് കളിയാക്കിയേ ഉള്ളൂ. വാ തന്നേക്ക്, അമ്മ അറിഞ്ഞോളാം. മക്കൾ പൊക്കോ. വേണ്ടമ്മേ, എന്തായാലും ഞങ്ങളുടെ കണ്ണ് നേറിയില്ലേ. ഇനി അമ്മേന്റെ കണ്ണും കൂടെ നീട്ടണ്ട, ഞങ്ങൾ തന്നെ അറിഞ്ഞോളാം അത്. എന്നാ ശരി, നിങ്ങൾ പെട്ടെന്ന് അറിഞ്ഞേ അങ്ങോട്ട് കൊണ്ടുപോവാ. അച്ഛൻ അവിടെ ധൃതി പിടിക്കുന്നുണ്ട്, വിശക്കുന്നു പറഞ്ഞു. എന്തൊരു ഉറക്കം ഉറങ്ങി. നല്ല വിശപ്പുണ്ട്. ആ സുലു വല്ലതും തിന്നാ ഉണ്ടാക്കിയാവോ? എടി സുലു, സുലു. എന്തായാലും അരിഞ്ഞു കഴിഞ്ഞല്ലോ. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷാവും. നമ്മളെ നല്ല വൃത്തിക്ക് ഉള്ളി അരിഞ്ഞില്ലേ, അത് നൈസായിട്ട്. അതെ അതെ, ഇനി എന്ന് നമുക്ക് അമ്മേനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം അല്ലേ പാറു? അമ്മ പാവണ്ട്, എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യല്ലേ. എടി സുലു, സുലു. ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കാണോ ആവോ? വിളിച്ചാലും കേൾക്കൂല. സുലു.